ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഇപ്പോൾ നമ്മൾ സമൂഹ മാധ്യമം തുറക്കുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം കാണുന്നത് നടനും ജനപ്രതിനിധിയുമായിട്ടുള്ള മുകേഷിൻ്റെ ചില വാർത്തകളാണ്. മുകേഷിന് ഒരു പയ്യൻ വിളിച്ചിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കുന്നു, ഈ രാഗം രാധാകൃഷ്ണൻ അങ്ങയുടെ സുഹൃത്താണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് മുകേഷിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്. അത് ഒരിക്കലും ഒരു ജനപ്രതിനിധിയുടെ വായിൽ നിന്നും വരേണ്ട വാക്കുകളല്ല, മറിച്ച് ചിലപ്പോൾ ഒരു സിനിമാ നടൻ മാത്രമായിരുന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നതിന് ഒരു അർത്ഥമുണ്ട്. അപ്പം എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാഗം രാധാകൃഷ്ണൻ എന്ന് പറയുന്ന കൊല്ലം സ്വദേശിയായിട്ടുള്ള ഒരു ഓൺലൈൻ മാധ്യമം പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരുത്തനുണ്ട്. ഇവൻ നമ്മുടെ വ്യാജൻ സ്കറിയായും ഇവനുമൊക്കെ ഏകദേശം ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. കാരണം ഇവനെ കുറിച്ചിട്ട് ഇതിനകത്തൊരു വാർത്ത വന്നിട്ടുണ്ട്. കാരണം ഈ രാഗം രാധാകൃഷ്ണൻ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. മുകേഷും പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പം മുകേഷിൻ്റെ ഒത്താശയോടുകൂടിയാണ് ഈ രാഗം രാധാകൃഷ്ണൻ ഈ തട്ടിപ്പും വെട്ടിപ്പുകളൊക്കെ നടത്തുന്നു, പല ആൾക്കാരെയും ഭീഷണിപ്പെടുത്തുന്നു, അങ്ങനെ പണം മേടിക്കുന്നു എന്നൊക്കെയുള്ള ഒരു ആരോപണമാണ് ഈ വ്യാജൻ ഈ മലം ചാനലിനകത്തൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ചെയ്യുന്ന ഒരേ പ്രവൃത്തികൾ തന്നെയാണ്. എന്തായാലും ഈ മുകേഷിനെ വിളിക്കുന്ന പയ്യനോട് മുകേഷ് പറയുന്ന കാര്യങ്ങൾ കേരളത്തിൽ ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. കാരണം അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. പ്രത്യേകിച്ച് ഒരു പയ്യനോടൊക്കെ ഈ തരത്തിൽ ബിഹേവ് ചെയ്യുന്ന ഇയാളെ നമ്മളിനി എന്താ പറയണ്ട. പല കാര്യത്തിലും മുകേഷിന് ഇത്തരത്തിലുള്ള വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. കാരണം തെറ്റ് കാണിച്ചാൽ അത് ആരാണെങ്കിലും അത് തെറ്റ് എന്ന് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യണം. അതിനി സ്വന്തം പാർട്ടിക്കാരനാണെങ്കിലും സ്വന്തം മാതാപിതാക്കളാണെങ്കിലും കൊള്ളാം, അത് തെറ്റാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം, അത് തെറ്റാണ് എന്ന് തന്നെ പറയണം. എന്തായാലും കേരളത്തിലെ പൊതുസമൂഹം വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ള ഒരു ജനപ്രതിനിധിയെ ഒരു സാധാരണക്കാരൻ വിളിക്കുമ്പോഴത്തേക്ക് മുകേഷിൻ്റെ ആ വാക്കുകൾ അതിര് കിടക്കുന്ന വാക്കുകളായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഇനി അത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് നിങ്ങളോട് പറയാം. എന്തായാലും നമ്മുടെ ഷെഫീന ബീവിയും ഇതിനൊരു ചെറിയൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രാഗം രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഓൺലൈൻ വീരൻ, ഇവൻ ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് നേരിട്ട് അതിനകത്തൊന്നും ഒരു വ്യക്തത ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം അതിലേക്ക് കടക്കുന്നില്ല. നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. മുകേഷ് ഈ പയ്യനോട് പറയുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് കേൾക്കുക. ഈ മലൻ TV വ്യക്തമായിട്ടുള്ള ഈ വേട്ടാവളിയനും കൂടെ പറയുന്നത് എന്താണെന്ന് കൂടെ ഒന്ന് കേട്ടു നോക്കുക. ഇതിനുള്ള മറുപടി നമ്മുടെ ഷെഫീന കൊടുക്കുന്നുണ്ട്, അതും കേട്ടു. ഞങ്ങളെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധി അത്യാവശ്യം കുറച്ച് മാന്യത അവർക്ക് വേണം. വോട്ട് ചോദിക്കാൻ വരുമ്പോൾ മാത്രം കാണിക്കുന്ന ഒരു പ്രത്യേകതരം മാന്യതയുടെ ഉടയാളുകളാണ് ഇവിടെയുള്ള മിക്ക ജനപ്രതിനിധികളും. ഞാൻ മുകേഷിന്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ ചുമ്മാ ഫേസ്ബുക്കിൽ നോക്കുമ്പോൾ കണ്ട ഒരു സംഗതി നിങ്ങളൊന്ന് കേട്ടു നോക്കാം. ജീവൻ വേണമെങ്കിൽ നിർത്തിക്കോ കേട്ടോ. വാർത്തയിലാണ് വീട്ടിൽ വന്ന് അടിച്ച് പിരിക്കുന്നില്ലേ? ആരാണ്? അല്ല, എനിക്കൊരു മിസ് കോൾ വന്നോണ്ട് ഞാൻ തിരിച്ചു വിളിച്ചാണ് കേട്ടോ. സാറാണോ? അതെ, അതറിയാമല്ലോ. പിന്നെന്തിനാണ് ആരാണെന്ന് ചോദിക്കുന്നത്? അല്ല സാർ, ഞാൻ 2-3 നമ്പറിൽ വിളിച്ചത്, അതാണ്. ശരി, പറഞ്ഞു. ആരാണ്, എവിടുന്നാണ്? ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. തിരുവനന്തപുരത്ത് എവിടെയാ? തിരുവനന്തപുരത്ത് ഊരുട്ടമ്പലത്ത് നിന്നാണ്. ഊരുട്ടമ്പലം. പറഞ്ഞോ, എന്തായിരുന്നു? സാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ രാഗം രാധാകൃഷ്ണൻ. ഹലോ, കേൾക്കണ്ട. ഓ, സുഹൃത്താ? ഏത് സുഹൃത്ത്? സുഹൃത്ത്? അല്ല, സുഹൃത്തിനൊക്കെ ഒരു അർത്ഥമുണ്ട്. ഞാനിത് അങ്ങോട്ട്, ഇത് എന്റെ നമ്പർ ഉണ്ടല്ലോ, സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതെ. കോടതിയുടെ തീരുമാനമാണ്, സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതെ സാർ, ആള് വരും. എന്താണ് ചോദിക്കാൻ? സുഹൃത്താ? അല്ല, ഞാൻ വാർത്തയിലൊക്കെ കേട്ടോണ്ട് അറിയാതെ. നിർത്തിക്കോ, ജീവൻ വേണമെങ്കിൽ നിർത്തിക്കോ കേട്ടോ. വാർത്തയിലാ വീട്ടിൽ വന്ന് അടിച്ച് പിരിക്കുന്നില്ലേ? സാർ, ഞാൻ അങ്ങനെയല്ല സാർ. വാർത്തയാ. ഇപ്പം വരും. എന്റെ മേഴ്സിയിലാണ് ഞാൻ പറയുന്നത്. അയാൾ അറിയാതെ വിളിച്ചു പോയതാണ്, വിട്ടുകളയെന്ന് പറഞ്ഞാൽ ഓക്കെ. അതല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ നീ ഉറങ്ങത്തില്ല. രാഗൻ സുഹൃത്താ? അല്ല, ഞാൻ വാർത്തയിൽ അങ്ങനെ പറഞ്ഞപ്പോ വെച്ചോ. ജീവൻ കൊതി ഉണ്ടെങ്കിൽ വെച്ചോ കേട്ടോ. ഇനി മേലാൽ ഈ തരത്തിലുള്ള ഒരു കോൾ ആരും വിളിക്കരുത് കേട്ടോ. നിന്റെ നമ്പർ നോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നീ വന്നു കഴിഞ്ഞാൽ നീ ജീവിക്കത്തില്ല, വേറെ സ്ഥലത്ത് ജീവിക്കും കേട്ടോ. ഇറങ്ങിയിരിക്കുകയാണോ പരിപാടിയായിട്ട്? ശരി, ഓക്കെ. അപ്പോ ഈ കാണുന്ന സംഗതി കണ്ടപ്പോഴാണ് ആരാണ് ഈ രാഗ രാധാകൃഷ്ണൻ എന്ന് ഞാൻ പോയി നോക്കിയത്. പ്രസ് മലയാളം എന്ന് പറയുന്ന ഒരു പേജ് നടത്തിപ്പുകാരനാണ് പുള്ളിയെക്കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിൽ മറുനാടൻ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വാർത്ത കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് മറുനാടൻ അങ്ങനെ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. പക്ഷെ മറുനാടനെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇയാളും ഒരേ വേവ് ലെങ്താണ്. രണ്ടുപേരും നന്നായിട്ട് അവരവർക്ക് പേജുണ്ട്, ഇത്രയും വലിയ ചാനലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ബ്ലാക്ക്മെയിൽ നടത്തുന്ന ആൾ തന്നെയാണ് ഈ മറുനാടനും അതെ, ഇവനും അതെ, സെയിം തന്നെയാണ്. ഇയാൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് കുറേയധികം FIR-ഉം അങ്ങനെ കുറേ പ്രോബ്ലംസ് ഒക്കെ ഇയാൾക്കുണ്ടെന്ന് മറുനാടൻ പറയുന്നുണ്ട്. നമുക്ക് അതിന്റെ കുറച്ച് ഭാഗം ഒന്ന് കേൾക്കാം. മറുനാടനും ഇയാളും സെയിം ഒരേ ലെവൽ തന്നെയാണ്. എന്നാലും ഇപ്പോൾ വേറെ ആധികാരികമായി ഇയാളെ പറ്റി പറയാനുള്ള മറ്റൊരു സംഗതി ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ മറുനാടൻ്റെ ഈ ഡോക്യുമെന്റ് എടുക്കുന്നു എന്നേ ഉള്ളൂ. മറുനാടൻ എനിക്ക് വിശ്വാസമില്ല.
എന്നാലും കേൾക്കാം. മറുനാടിനെ വേട്ടയാടാൻ വേണ്ടി പിണറായി നിന്റെ വേട്ടയാടാൻ ഒരു ചാനലിനും അത് സാധിച്ചിട്ടില്ല. എന്നാൽ വിചിത്രമായ സംഗതി, ഓൺലൈൻ ചാനലും ഫേസ്ബുക്കിന്റെയും ഒക്കെ പേരിൽ സ്വയം മാധ്യമ പ്രവർത്തകൻ ചമഞ്ഞ് കാറിൽ പ്രസ് എന്നൊക്കെ ഒട്ടിച്ച് ബ്ലാക്ക് മെയിലിംഗ് നടത്തി തട്ടിപ്പ് നടത്തി ജീവിക്കുന്ന അനേകം പേർ നമുക്കിടയിൽ ഉണ്ട് എന്നതാണ് അറിയപ്പെടുന്ന ചില ഓൺലൈൻ ചാനലുകൾ അടക്കം മറ്റുള്ളവരെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നത് സാധാരണ സംഭവമാണ്. പയ്യനാട് താമസിക്കുന്ന രാധാകൃഷ്ണൻ എന്നറിയപ്പെടുന്ന ഒരു തട്ടിപ്പുകാരനാണിത്. ഇയാൾ പത്രക്കാരനാണെന്ന് അവകാശപ്പെടുന്നു. ഇയാൾക്ക് ഒരു ഫേസ്ബുക്ക് പേജോ മറ്റോ ഉണ്ട്. ഫേസ്ബുക്ക് പേജിലൂടെ മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുക എന്ന പണിയാണ് ഇയാൾ ചെയ്യുന്നത്. ബ്ലാക്ക് മെയിൽ ചെയ്ത് പണമുണ്ടാക്കുക, പലരെയും കള്ളക്കേസിൽ കൊടുക്കുക തുടങ്ങിയ പണികളിലൂടെ അയാൾ ഇങ്ങനെ വിരാജിക്കുകയാണ്. അയാൾക്കെതിരെ നിരവധി കേസുകൾ പലപ്പോഴായി എടുത്തിട്ടുണ്ട്. പക്ഷെ അയാൾ ഒന്നും ചെയ്യുന്നില്ല. അയാൾ തൊടാൻ കഴിയാത്ത വിധത്തിൽ രാഷ്ട്രീയ ബന്ധം അദ്ദേഹം CPM-ൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അല്ല മുകേഷ് അണ്ണ, നിങ്ങളെ ജയിപ്പിച്ച് വിട്ട മനുഷ്യർ ഒന്ന് വിളിക്കുമ്പോൾ അവൻ അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അത് പാടില്ല, ഞാൻ അയാളുടെ സുഹൃത്തല്ല എന്ന് മാന്യമായിട്ട് പറഞ്ഞുവിടേടാ അലവലാതി. നീ ഒരു കൊച്ച് അലവലാതി എന്നല്ല, അതിനേക്കാൾ വലിയൊരു അലവലാതിയാണ്. ഒരു അക്യൂസ് അല്ലേടാ നീ. പെണ്ണ് വിഷയത്തിൽ നീ ഇവനെയൊക്കെ ഇപ്പോഴും നമ്മൾ ഈ ഒരു പൊസിഷനിൽ കാണുന്നു എന്നുള്ളത് നമ്മളുടെ അപജയമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് രാഷ്ട്രീയമാണെന്ന് പറഞ്ഞാലും ഇവനെ സംരക്ഷിച്ച് നിർത്തുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഗതികേട് എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഇത്രയും വൃത്തികെട്ടവനാണ് ഈ പറയുന്ന പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നതെങ്കിൽ ആ പാർട്ടി എത്രത്തോളം താഴ്ന്നു പോയി എന്നുള്ളതിന്റെ തെളിവല്ലേ ഈ കാണുന്നത്. എത്ര വൃത്തികെട്ട രീതിയിലാണ് അവൻ ജനപ്രതിനിധിയായി ഇരുന്നു കൊണ്ട് ആളുകളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്. ഇവന്റെ അടുത്ത് ആരെങ്കിലും പരാതി കൊണ്ട് പോകാൻ പറ്റൂ? എന്തിനാണ് ആ പൊസിഷൻ അവന് കൊടുക്കുന്നത്? ഇവൻ അനുഭവിക്കുന്ന എല്ലാ ഫെസിലിറ്റീസും ആ പൊസിഷനെ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ആ പൊസിഷനെ കൊടുക്കുന്ന ഓണർഷിപ്പാണ്. അപ്പം അവന് വാഹനം കൊടുക്കുന്നു, അതിന്റെ പെട്രോൾ എക്സ്പെൻസ്, അവന് തങ്ങാനുള്ള വസതി ഇത്യാദി, അവന് വേണ്ട സർവത്ര കാര്യങ്ങളും അവന്റെ ചെലവിനുള്ള പണം ഉൾപ്പെടെ, ശമ്പളമായിട്ടൊരു തുക ഉൾപ്പെടെ, അവന് ബോഡി ഗാർഡ് ഉൾപ്പെടെ എന്തെല്ലാം ഫെസിലിറ്റീസ് അവന് കൊടുക്കുന്നുണ്ടെന്ന് അറിയാമോ? ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കൊടുക്കുന്നത്. ഈ വിളിച്ച പയ്യന്റെ ടാക്സ് ഉൾപ്പെടെ അവന് ശമ്പളമായി പോകുന്നുണ്ട്. ഒരല്പം മര്യാദയോടുകൂടി ബിഹേവ് ചെയ്തുകൂടി എന്നാണ് എൻ്റെ ചോദ്യം. രാധാകൃഷ്ണന്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞ ഉടനെ നിന്നെ പിടിക്കും, നിന്നെ കുത്തും, നിന്നെ വിടുങ്ങും എന്നൊക്കെ പറയുന്ന ഒരു വലിയ കേമത്തരമായിട്ടാണ് അയാൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അല്പന ഐശ്വര്യം കിട്ടിയ അർദ്ധരാത്രി കൊട പിടിക്കുമെന്ന് പറയുന്നതിന് തുല്യമാണ് നിങ്ങൾ ഈ കണ്ട പേക്കൂത്ത്. ഇവനെയൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാം? പൊതുസമൂഹം വിചാരണ ചെയ്യുകയാണ് വേണ്ടത്. ഇന്ന് പെണ്ണ് കേസിൽ അവൻ ഇങ്ങനെ ഒരു വിഷയമുണ്ടെന്ന് കേട്ടാൽ തന്നെ ഇവനെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ ഇപ്പോഴും അവനെ പ്രൊട്ടക്ട് ചെയ്ത് അവന് വേണ്ടി വാക്കാലത്ത് പറയുന്ന ഒരു വൃത്തികെട്ട രാഷ്ട്രീയം ഇവിടെ നിലനിൽക്കുന്നത് സത്യത്തിൽ പൊതുസമൂഹത്തിന്റെ അപജയം കൂടെയാണ്. നമ്മൾ വോട്ടിടുമ്പോൾ സൂക്ഷ്യം കണ്ടു വിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള വാണങ്ങൾ. അപ്പോൾ നിങ്ങൾ ആ ഒരു ഓഡിയോ ക്ലിപ്പ് കേട്ടല്ലോ അല്ലേ? മുകേഷിനെ വിളിക്കുമ്പോൾ മുകേഷ് ഒരു ജനപ്രതിനിധി എന്ന നിലയിലായിരിക്കും ഒരു പക്ഷെ ചിലപ്പം ആ ഒരു പയ്യൻ വിളിക്കുന്നത്. കാരണം വിളിച്ചിട്ട് പുള്ളി ചോദിക്കുന്ന ഒരൊറ്റ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ രാധാകൃഷ്ണൻ ഫ്രണ്ടാണ് എന്ന തരത്തിൽ വിളിക്കുമ്പോഴാണ് മുകേഷ് ഇതിനുള്ളൊരു മറുപടി പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും മുകേഷ് കൊടുത്ത ഈ ഒരു മറുപടി, അതായത് നിന്നെ തീർത്ത് കളയും വീട്ടിൽ കയറി, ഇങ്ങനെയൊക്കെ പറയാൻ ഒരു ജനപ്രതിനിധിക്ക് എങ്ങനെ സാധിക്കുന്നു? കാരണം അതാണ് ഒരു നടന് ചിലപ്പം സാധിക്കാം, ഒരു ബിസിനസ്സുകാരന് ചിലപ്പോൾ സാധിക്കാം, പക്ഷേ അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. അപ്പം ഈ പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ടും ഫാസ്റ്റും കുറിച്ച് നമ്മൾ പറഞ്ഞത് ഷെഫീനയുടെ അഭിപ്രായം എന്താണെങ്കിലും തെറ്റ് കാണിക്കുന്ന ആരാണെങ്കിലും അത് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യണം. അതിനിപ്പം ഏത് ദേവേന്ദ്രനാണെങ്കിലും കൊള്ളാം, അതിനകത്തൊന്നും യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകരുത്. പിന്നെ വ്യാജന്റെ ഈ വീഡിയോയിൽ വന്നിട്ട് പറയുന്നത് ഇതിനെക്കുറിച്ചിട്ടൊക്കെ അഭിപ്രായം പറയേണ്ടത്, ഇതിനെക്കുറിച്ചിട്ട് കമൻറ്റ് പറയേണ്ടത്. എന്തായാലും മുകേഷ് ഈ ഒരു വിഷയത്തിൽ ആ പയ്യനോട് സംസാരിച്ച രീതി അത് ശരിയാണോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും